നമസ്കാരം. ഞാനിന്ന് മൂട്ടൂർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ എൻജിൻ ഓയിൽ റിവ്യൂ ആണ് ചെയ്യുന്നത്. റിവ്യൂ അല്ല, എൻ്റെ ഒരു അറിവ്. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു എൻജിൻ ഓയിലാണ്. അത് 300 രൂപയ്ക്ക് നമുക്ക് കിട്ടി. MRP കാണാം 350 രൂപ. അത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. 350 രൂപ. ഞാനിതിനു മുമ്പ് മൂഡുകൾ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ നല്ലൊരു റെസ്പോൺസാണ് മൂഡുകളിൽ നിന്ന് കിട്ടിയത്. ഇത് മൂഡൂർ സ്കൂട്ടർ എൻജിൻ ഓയിലാണ്. പാക്കിങ്ങൊക്കെ വളരെ നല്ലതാണ്. അവിടെ തുറന്നു ഒഴിക്കാനുള്ള ഇതുണ്ട്. തുറന്ന് ഈ പറഞ്ഞ പോലെ ഫണലൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട. നമുക്കിതിൻ്റെ ഇതൊരു മൂഡൂർ എന്ന് പറഞ്ഞൊരു ഫ്രാൻസ് ബേസ് ചെയ്തൊരു കമ്പനിയാണ്. ഈ പറയുന്ന പോലെ റേസിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ എൻജിൻ ഓയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മോട്ടോ GP റേസിങ്ങിനൊക്കെ നമുക്കിതിൻ്റെ ടെക്നിക്കലായ ചില വശങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. മൂട്ടൂർ സ്കൂട്ടർ 5W30 5W30 ആണ് ഇവർ ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം, പുതിയ BS6 വണ്ടികൾക്ക് ഭൂരിപക്ഷം BS6 ഹോണ്ട ആക്റ്റീവ അങ്ങനെയുള്ള പുതിയ BS6 വണ്ടികൾക്ക് എല്ലാം 5W30 ആണ് വരുന്നത്. പണ്ടൊക്കെ 10W30 ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5W30 ആണ് കൊടുക്കുന്നത്. 5 എന്ന് വെച്ചാൽ W സ്റ്റാൻഡ്സ് ഫോർ വിൻ്ററാണ്. തണുപ്പിൽ ഇതിൻ്റെ ഓയിൽ വിസ്കോസിറ്റി, അതുപോലെ തന്നെ ചൂട് കാലാവസ്ഥയിൽ ഇതിൻ്റെ വിസ്കോസിറ്റിയാണ് ഈ 30 ഒക്കെ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ എഴുതിയിട്ടുണ്ട് ടെക്നോ സിന്തറ്റിക് എൻജിൻ ഓയിലാണ്. ഇതൊരു സിന്തറ്റിക് ബേസ്ഡ് എൻജിൻ ഓയിലാണ്. മേ ബി നമുക്കിതൊരു 5,000 കിലോമീറ്ററൊക്കെ റൺ ചെയ്യാം. 4,000 മസ്റ്റാണ് നമുക്ക് റൺ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ചില എഴുത്ത് കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. ഇവർ പറയുന്ന കാര്യങ്ങളെ പറ്റി ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. API SN JSO MB ഗ്രേഡ്, API SN SMSL കണ്ടാൽ അറിയാം. API SN SMSL. API എന്ന് വെച്ചാൽ അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവരാണ് ഇതിന് ഗ്രേഡ് കൊടുത്തിരിക്കുന്നത്. JSO എന്ന് പറഞ്ഞാൽ ജപ്പാനിക് ഓട്ടോമൊബൈൽ സ്റ്റാൻഡേർഡൈസേഷന് JSO. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കമ്പനികളും ഇവർക്ക് എന്താ പറയേണ്ടത്, ഈ രണ്ട് ഓർഗനൈസേഷനും ഈ എൻജിൻ ഓയിൽ അപ്രൂവ് ചെയ്താണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ വേറെ പല എൻജിൻ ഓയിൽ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല. പല കമ്പനികളും API മാത്രമാണ് കൊടുക്കുന്നത്. അതും API SL മാത്രമാണ് കൊടുക്കുന്നത്. ഇവിടെ API SN SM SL 3 ഗ്രേഡുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജാപ്പനീസ് JSOയുടെ റെക്കമെൻഡേഷൻ പലയിടത്തും ഇന്ന് കാണാറില്ല. ഇവിടെ JSO ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, ഈ രണ്ട് എന്താ പറയുക, അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ജാപ്പനീസ് പെട്രോളിയം കമ്പനി ജാപ്പനാണെങ്കിലും ഇത് അംഗീകരിച്ച ഒരു ഓയിലാണ്. നമുക്കിതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം, വായിക്കാം. ടെക്നോ സിന്തറ്റിക് ലൂബ്രിക്കൻ സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ 5W30 SI 10W30 ഗ്രേഡ് ആൻഡ് JSO MB സ്പെസിഫൈഡ് ആർ റിക്വയർഡ്. JSO MB ഉണ്ട്. JSO MBയും MAയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ JSO MA ഗ്രേഡുകളാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഗിയറുള്ള വണ്ടികൾ. ഇപ്പോൾ നമുക്ക് യൂണിക്കോൺ ആണെങ്കിലും പൾസർ ആണെങ്കിലും കരീസ്മ ആണെങ്കിലും ഹോണ്ട CBR ആണെങ്കിലും ഇൻക്ലൂസ് NS400 ആണെങ്കിലും ഈ പറഞ്ഞ ഗിയറുള്ള വണ്ടികൾക്കൊക്കെ ഈ MA ഗ്രേഡുകൾ, MA1 ഉണ്ട്, MA2 ഉണ്ട്. MA ഗ്രേഡുകളാണ് പൊതുവെ കമ്പനി റെക്കമെൻഡ് ചെയ്ത് കാണാറില്ല. ഫ്യൂവൽ എക്കോണമി ആൻഡ് ലോവർ എമിഷൻ അവർ പറയുന്നത് ലോ ഫ്രിക്ഷൻ ഓയിൽ ഫോർ ഒപ്റ്റിമം പെർഫോമൻസ്. ലോ ഫ്രിക്ഷനാണ് ഒപ്റ്റിമം പെർഫോമൻസ് ഇവർ പറയുന്നുണ്ട്. കീപ് ദ എൻജിൻ ക്ലീൻ ആൻഡ് കാർബൺ ഡെപ്പോസിറ്റ് ലീഡിങ് ദ ലെസർ വിയർ ആൻഡ് ടിയർ. BS6 കംപ്ലൈൻ്റ് ഉള്ള ഒരു എൻജിൻ ഓയിലാണ്. ഇതിപ്പോൾ പണ്ട് നമുക്ക് ശ്രദ്ധിച്ചറിയാം, മോഡൂളിലെ എൻജിൻ ഓയിൽ മെയ്ഡ് ഇൻ തായ്ലൻഡിൽ നിന്നൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ എന്തായാലും ഇത് ഇന്ത്യയിലും പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന 350 റേഞ്ചിലേക്കൊക്കെ വില കുറഞ്ഞത്. പണ്ടൊക്കെ മോഡൂളിൻ്റെ ഓയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് മേടിച്ചിട്ടുണ്ട്. ഭയങ്കര വിലയാണ്. ഭയങ്കര വില എന്ന് വെച്ചാൽ ഏകദേശം സാധാ ഓയിലുകളേക്കാളും ഒരു 200-300 രൂപയുടെ വ്യത്യാസം. നമുക്ക് പല ആൾക്കാർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പല ആൾക്കാരും കാസ്ട്രോളും പോലെയുള്ള കമ്പനികളൊക്കെ സ്വിച്ച് ചെയ്യും. കാസ്ട്രോളൊക്കെ നല്ല ഓയിലാണ്, നമുക്ക് ഇതിനൊന്നും ഒരു സംശയമില്ല, നല്ല ഓയിലാണ് കാസ്ട്രോൾ. ബട്ട് ഇതൊരു സ്പെഷ്യൽ എൻജിൻ ഓയിൽ തന്നെയാണ്. നമ്മളത് അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പൊതുവെ വണ്ടി ഇങ്ങനെ നമ്മളൊരു 40-50 കിലോമീറ്റർ കൂടും. അപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ, ഒരു പിടുത്ത എൻജിനിൽ നിന്ന് വരും സാധാ ഓയിലുകൾക്ക്. എനിക്ക് പലപ്പോഴും നമ്മൾ കമ്പനിയിൽ നിന്ന് ഓയിൽ വാങ്ങണം. അവരെ
ഏത് കമ്പനി ഇപ്പോൾ ഹോണ്ട ആണെങ്കിലും എംഐ ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും അവർ നമുക്ക് ഓയിൽ മാറുന്ന ഒരു കമ്പനി 4000 പീരിയോഡിക് സർവീസ് തരുന്നു. ഈ എഞ്ചിൻ ഓയിലുകൾക്ക് അവർ നമുക്ക് കാണിച്ചൊന്നുമല്ലോ ഓയിൽ. എന്നാൽ നമ്മൾ ഡെപ്പ് എടുത്ത് കളയുമ്പോൾ നമ്മളെടുത്ത് നോക്കാം, അതിൻ്റെ പുറകിലേക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാം ഇത് വെറും മിനറൽ ഓയിലാണ്. മിനറൽ ഓയിൽ എന്ന് വെച്ചാൽ ക്രൂഡ് ഓയിലിൽ നിന്ന് നേരിട്ട് സംസ്കരിച്ചെടുക്കുന്ന ഒരു ഓയിലാണ് മിനറൽ ഓയിൽ. അതിൻ്റെ അത് അഡിക്റ്റീവ്സ് ഉണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ സിന്തറ്റിക് ടെക്നോളജി ഒന്നും അതിൻ്റെ അത് കാണാറില്ല. ആ ഓയിൽ എന്ന് പറഞ്ഞാൽ മിനിമം 3000-4000 മാക്സിമമാണ്. 4000 എന്ന് പറഞ്ഞാൽ കരി ഓയിലാവും അന്നേരത്തേക്ക്. അതുപോലെ തന്നെ എന്താ പറയുക, വിലയും 360 രൂപ 350 രൂപ ആ വിലയാണ്. പക്ഷേ എന്തുകൊണ്ട് കമ്പനി ഇത് ചെയ്യുന്നു എന്ന് അറിയില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കമ്പനി എന്തുകൊണ്ട് ഇങ്ങനെ എന്താ പറയേണ്ടത്, ക്വാളിറ്റി കുറഞ്ഞല്ല ഗ്രേഡ് കുറഞ്ഞ ഓയിലുകൾ ഉപയോഗിക്കണു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ പിക്കപ്പ് പുള്ളിങ്ങൊക്കെ നോക്കിയാലേ ആൾക്കാർ എടുക്കുന്നത്. അപ്പോൾ നല്ല ഓയിൽ ഒഴിക്കുവാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി സെയിൽ കിട്ടുമായിരുന്നു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ കമ്പനിയുടെ ഇഷ്ടം. നമ്മൾ ദിസ് ഈസ് ഒരു ബെസ്റ്റ് ഓയിൽ തന്നെയാണ് ഈ മോഡൂൾ 5W30 എഞ്ചിൻ ഓയിൽ. ഇത് ഞാൻ സ്കൂട്ടറുള്ള ആൾക്കാർക്ക് എല്ലാം റെക്കമെൻഡ്. പിന്നെ ചില സ്കൂട്ടറുകൾക്ക് ഇപ്പോൾ നമ്മുടെ എൻഡോർക്കിനൊക്കെ ഗ്രേഡ് വേറെയാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ തന്നെ ഗ്രേഡ് നോക്കി മേടിക്കുക. ഞാൻ മൊഡൂളിന് ഒരിക്കലും പ്രൊമോഷൻ ചെയ്യുന്നതല്ല, എൻ്റെ ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് മറ്റു ഓയിൽ ഒഴിക്കാം, കാസ്ട്രോളോ സെർവോയോ ഒഴിക്കാം. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഓക്കെ, താങ്ക് യു.